السلام عليكم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുമ അയൽക്കൂട്ടത്തിലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, വരുന്ന മാസം നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാമിലി കോൺഫറൻസ് നടക്കാൻ പോവുകയാണ്. ഈ ഫാമിലി കോൺഫറൻസുമായി ബന്ധപ്പെട്ട ഒരു അയൽക്കൂട്ടമാണ് കൊട്ടപ്പുറം യൂണിറ്റ് ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന ഫാമിലി കോൺഫറൻസിലേക്ക് നിങ്ങളെ എല്ലാവരെയും കുടുംബസമേതം സ്വാഗതം ചെയ്യണം. എന്നിൽ നിക്ഷിപ്തമായ വിഷയം ഉത്തരവാദിത്തം മറന്ന രക്ഷിതാക്കളോട് എന്നുള്ള ശീർഷകത്തിൽ നിങ്ങളോട് സംസാരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ മൂലകാരണം പാരന്റിങ്ങിൽ, രക്ഷാകർതൃത്വത്തിൽ സംഭവിക്കുന്ന അപാകതകളാണ് എന്ന് വിലയിരുത്താൻ സാധിക്കും. കാരണം വിവാഹിതരാവുന്നതിന് മുമ്പ് ഓരോ രക്ഷിതാവും മക്കളുടെ വിഷയത്തിൽ അറിയേണ്ട കാര്യങ്ങൾ അറിയാതിരിക്കുകയും അവർക്ക് ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡൻസ് നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ ഭീമമായ അബദ്ധങ്ങൾ കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ സംഭവിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കുട്ടിയെ കല്യാണം കഴിക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ള സുപ്രധാനമായ കാര്യം മതനിഷ്ഠക്ക് പരിഗണന നൽകിക്കൊണ്ട് നിങ്ങൾ വിവാഹം നടത്തണമെന്നുള്ളതാണ്. ഫൾഫർ ബിദാത്തി ദീൻ ത്വരിബത്തി യദാക്. മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് സാമ്പത്തിക വിഷയത്തിനും കുലീനതക്കും തറവാടിത്തത്തിനും സൗന്ദര്യത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കാം. എന്നാൽ മുന്തിയ പരിഗണന കൊടുക്കേണ്ട വിഷയം ഒരാളുടെ സ്വഭാവത്തിനാണ്, മതബോധത്തിനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതായത് ഒരു പുതിയ കുടുംബജീവിതം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ അടിത്തറ മതനിഷ്ഠയായിരിക്കണം, സ്വഭാവ സംസ്കരണമായിരിക്കണം എന്നുള്ള പാഠമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഈ ഒരു കാഴ്ചപ്പാട് പലപ്പോഴും വിവാഹവേളയിൽ നമ്മൾ മറന്നുപോകുന്നു. തുടർന്ന് ദമ്പതിമാർ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി ദൈവബോധത്തോടുകൂടി ജീവിക്കാനോ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്താനോ സാധിക്കാതെ വരുമ്പോൾ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ പുകയുകയാണ്. ഇതാണ് അടിസ്ഥാനപരമായി സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ധർമ്മമാണ്, അമാനത്താണ് രക്ഷിതാവ് ആവുക എന്നുള്ളത്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വളരെ ദുരന്തപൂർണമായ ഒരു അവസ്ഥയായിരിക്കും കുട്ടികളിലും വരുന്ന സമൂഹത്തിലും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് രക്ഷിതാക്കളായ എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് എനിക്ക് ഉണർത്താനുള്ളത്, സാധാരണഗതിയിൽ ഇന്ന് രക്ഷിതാക്കൾ പരാതിപ്പെടുകയാണ്, കുട്ടികൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒരു പരാതിയാണ്.
കുട്ടിക്ക് എന്നോടൊരു ബഹുമാനവുമില്ല, ആദരവില്ല, ഞാൻ പറയുന്ന കാര്യം അനുസരിക്കുന്നില്ല, കുട്ടിക്ക് വലിയ വാശിയാണ്, പഠന കാര്യത്തിൽ കുട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, കുട്ടി വല്ലാത്ത അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്നു, കുട്ടിക്ക് ഇപ്പോൾ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പ്രണയ ചതിക്കുഴികളിൽ അവൻ വീണുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സമൂഹവും മതമൊക്കെ വെറുക്കുന്ന മദ്യപാനത്തിലും ലഹരിയിലും അകപ്പെട്ടുകൊണ്ടാണ് കുട്ടികൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള പരാതികൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ദുരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുന്നത്? ഒരു വലിയ ഉത്തരവാദിത്തം നമ്മുടെ ചുമലിൽ ഏൽപ്പിക്കപ്പെട്ടിട്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ നമ്മൾ ഉപേക്ഷ വരുത്തുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകളായിരിക്കും ഉണ്ടാവുക. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ എന്തിനാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു നമുക്ക് നൽകിയ ജീവിതം താൽക്കാലികമായ വിഭവങ്ങൾ കൊണ്ട് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങൾ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വളരെ അല്പം ആയുസ് മാത്രം നൽകപ്പെട്ട ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. 60 വയസ്സ്, 70, 80, 90 വയസ്സ്, ഇതൊക്കെയാണ് മനുഷ്യന് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആയുസ് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ് 63 വയസ്സാണ്. അതിന് മുകളിൽ കിട്ടുന്നതൊക്കെ ബോണസായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഈ നൽകപ്പെട്ട ആയുസ് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ സംബന്ധിച്ചുള്ള ഒരു ലക്ഷ്യബോധം നമുക്കുണ്ടാവുമ്പോൾ നൽകപ്പെട്ട ആയുസ്സിനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്ക് 2-ാമത്തെ വചനം നമ്മൾക്കൊക്കെ അറിയുന്നതാണ്. അല്ലദീ ഖലഖൽ മൗത്ത് വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇതെല്ലാ സന്ദർഭത്തിലും നമ്മൾ ഓർക്കേണ്ട വളരെ പവിത്രമായ ഒരാശയമാണിത്. മരണമാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചിരിക്കുന്നത്, പിന്നെയാണ് നമുക്ക് ജീവിതം നൽകിയിരിക്കുന്നത്. മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സംവിധാനിച്ചതിൻ്റെ ആത്യന്തിക താല്പര്യം നിങ്ങളിൽ നിന്ന് ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ ജനനവും മരണവും അള്ളാഹു സംവിധാനിച്ചതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഈ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ നല്ല പ്രവർത്തനങ്ങൾ ആര് പഠിപ്പിച്ചിട്ടുണ്ട്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് അറിയുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത് ശരിയായ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിൽ, ശരിയായ അറിവ് സമ്പാദിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പം നമ്മളൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, മദ്രസയിൽ പോകുന്നുണ്ട്. എന്തിനു പോകുന്നു, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന ഒരു ചോദ്യങ്ങളൊന്ന് ചോദിച്ചാൽ അവരിൽ നിന്ന് കൃത്യമായ ഒരു മറുപടി നമുക്ക് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു മറുപടി, ലക്ഷ്യബോധം നമ്മൾ പഠിപ്പിക്കില്ല. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഉത്തരവാദിത്തം എന്നുള്ളത് കൃത്യമായി നിർവചിക്കപ്പെടേണ്ടതുണ്ട്. നമ്മൾ രക്ഷിതാവാണ്, നമ്മൾ ഒരു പാരൻ്റായി മാറി. നമുക്ക് ഭാര്യയുണ്ട്, നമുക്ക് കുട്ടികളുണ്ട്. അപ്പം എൻ്റെ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടി ആരായിത്തീരണം എന്നുള്ള കൃത്യമായ ലക്ഷ്യബോധം ഓരോ രക്ഷിതാവിനും വേണം. അപ്പം ഈ പ്രോഗ്രാം ഇവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുമ അയൽക്കൂട്ടം ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്നയാളുടെ വീട്ടിൽ ഇത്ര ആളുകൾക്ക് സൗകര്യപ്പെടുത്തി നടത്തണം എന്നുള്ള ഒരു മുഷാവറ, ഒരു കൂടിയാലോചന നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ ഒരാളെ ക്ഷണിച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു കൂടിയാലോചനയും മുന്നൊരുക്കവുമാണ് ഈ പ്രോഗ്രാം വിജയത്തിലെത്തിക്കാൻ നിദാനമായിട്ടുള്ളത്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, രക്ഷിതാവ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, കൂടിയാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് റിസൾട്ട് ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അത് ഒരു രക്ഷിതാവ് മനസ്സിലാക്കേണ്ടത്, രക്ഷിതാവ് എന്നുള്ള വിഷയം, രക്ഷാകർതൃത്വം എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പരിമിതമായ 1 മണിക്കൂറുകൾ കൊണ്ട്
അത് പൂർത്തീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഒരു കുട്ടി നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ട്. ഓരോ കുട്ടിയും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങൾ നൽകുന്ന വിഷയത്തിൽ രക്ഷിതാക്കളായ നമ്മൾ എവിടെ നിൽക്കുന്നു, അത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടത്. ഒന്നാമത്തെ വിഷയം സ്നേഹമാണ്. ഇന്ന് ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഏതാണെന്ന് വെച്ചാൽ സ്നേഹം എന്നുള്ളതാണ്. എന്നാൽ സ്നേഹം കുട്ടികൾക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. അതായത് നിങ്ങളെ കുട്ടിക്ക് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് തോന്നേണ്ടതുണ്ട്, ഞാൻ എൻ്റെ കുട്ടിയെ അകമഴിഞ്ഞ് തുറന്ന് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കുന്ന വിഷയത്തിൽ അതിൽ പിശുക്ക് കാണാതിരിക്കുക അല്ലെങ്കിൽ കാണിക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മാത്രം ബോധ്യമായാൽ പോരാ, സ്നേഹിക്കപ്പെടുന്ന കുട്ടിക്ക് ബോധ്യമാവണം, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്നെ തുറന്ന് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ആ സ്നേഹത്തിന്റെ പ്രകടനമായിട്ട് നമുക്ക് കാണുന്ന ചില സിഗ്നൽസ് ഉണ്ട് അല്ലേ? ചുംബനം എന്നുള്ളത് അതിൻ്റെ ഒരു സിഗ്നലാണ്. ചുംബിക്കുക, ഉമ്മ വെക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു സിഗ്നലാണ്. അപ്പൊ എല്ലാ ദിവസവും എൻ്റെ മുന്നിലിരിക്കുന്ന ഉമ്മയോട് അല്ലെങ്കിൽ ഉപ്പയോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നമ്മൾ നമ്മുടെ മക്കളെ മാറോട് ചേർത്ത് ചുംബിക്കാറുണ്ടോ? അതൊരു വല്ലാത്ത ഫീൽ അല്ലെങ്കിൽ വല്ലാത്തൊരു അനുഭവം മക്കൾക്ക് ഉണ്ടാക്കും. കാരണം നമ്മൾ അവരോട് കയർത്ത് സംസാരിക്കുന്നതിനേക്കാൾ, കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ, അവരെ ഉപദേശിക്കുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രതികരണവും പ്രതിഫലനവും ഉണ്ടാക്കുന്ന വലിയൊരു വിഷയമാണ് സ്നേഹത്തോടുകൂടി ചുംബിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന ഘട്ടത്തിൽ നമ്മൾ തിരക്കിലാണ്, അടുക്കള ജോലിയുണ്ട്, വലിയ ഉത്തരവാദിത്തങ്ങൾ തലയിലുണ്ട്, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലായ്മയുണ്ട്, യൂണിഫോം വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്, മറ്റ് പല പിരിമുറുക്കങ്ങളും നമ്മളെ മനസ്സിലുണ്ട്. എന്നാൽ പോലും സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനത്തോടുകൂടി സ്കൂളിലേക്ക് അവൻ പോകണം അല്ലെങ്കിൽ അവൾ പോകണം. അപ്പൊ ആ സമാധാനം ഒന്നാമതായി ലഭിക്കേണ്ടത് മാതാവിൽ നിന്നാണ് അല്ലെങ്കിൽ ഉപ്പയിൽ നിന്നാണ്. അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന ഘട്ടത്തിലും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന ഘട്ടത്തിലും കിടക്കുന്ന നേരത്തും അല്ലെ, പോസിറ്റീവായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹം നൽകാൻ നമ്മൾ തിടുക്കം കാണിക്കാറുണ്ടോ? മാറോട് ചേർത്ത് വെക്കാനും അവരോട് സംസാരിക്കാനും അല്ലെ, സ്നേഹപ്രകടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടിയോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളത്. അതിന് നമുക്ക് സമയം കിട്ടാറുണ്ടോ? സാധാരണഗതി സ്കൂളിൽ നിന്നൊക്കെ കുട്ടി തിരിച്ചു വരുമ്പോൾ നമ്മോട് കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊടുക്കുക എന്നുള്ളത് അത് സ്നേഹത്തിന്റെ ഭാഗമാണ്. അപ്പോ നമ്മളുടെ ഉള്ളിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള വികാരം ഉണ്ടാവുകയും ഞാൻ നിന്നെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് കുട്ടിയോട് തുറന്നു പറയുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി രക്ഷിതാവ് നൽകേണ്ട കാര്യം. രണ്ടാമത്തെ സംഗതി, പ്രിയപ്പെട്ടവരെ, കുട്ടിയിൽ ഇൻബോൺ ആയിട്ടുള്ള അന്തർലീനമായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്. ഇന്നാ സഅയക്കും ലശത്ത, വൈവിധ്യമാർന്ന കഴിവുകളും പരിശ്രമങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെയുള്ള കഴിവുകളല്ല. നമുക്കറിയാം, ചില ആളുകളൊക്കെ സ്വാഗതം പറയാനോ നന്ദി പറയാനോ ഒക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പറയും, ഞാൻ അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ 1 മണിക്കൂർ സംസാരിക്കുക, ഇങ്ങോട്ട് ദയവായിട്ട് വിളിക്കരുത്. കാരണം സ്റ്റേജ് ഫ്രൈറ്റ്, സഭാകമ്പം ഉണ്ടാവും, അപ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റൂല. എന്നാൽ ഏറ്റവും നന്നായി അവരെ ഏൽപ്പിച്ച മറ്റ് ജോലികൾ സുന്ദരമായിട്ട് നിർവഹിക്കാൻ അവർക്ക് സാധിക്കും. ചില ആളുകൾക്ക് നന്നായി പാട്ട് പാടാനായിരിക്കും സാധിക്കുക, ചില ആളുകൾക്ക് പ്രസംഗിക്കാനായിരിക്കും, ചിലർക്ക് ചിത്രം വരക്കാനായിരിക്കും, ചില ആളുകൾക്ക് വളരെ മനോഹരമായി പാചകം ചെയ്യാനായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്ത കഴിവുകൾ സമ്മേളിച്ച നമ്മുടെ മക്കൾ, ആ മക്കൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്ന പോസിറ്റീവ് സ്ട്രോക്സ്, അതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്യാറുണ്ടോ? കുട്ടികളോട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടി പഠനത്തിൽ പിന്നോക്കാവസ്ഥയാണ്, അപ്പോൾ ആ പഠനത്തിൽ പിന്നോക്കാവസ്ഥയുള്ള വിഷയം നമ്മൾ കാണും, അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് പറയും. എന്നാൽ 4 വിഷയങ്ങളിൽ കുട്ടി A+ വാങ്ങിയിട്ടുണ്ടാവും. ആ A+ വാങ്ങിയ വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയാറില്ല, കിട്ടാത്ത വിഷയത്തെക്കുറിച്ച് നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ ഒരു നല്ല മാറ്റം, ഗുണപരമായ മാറ്റം കുട്ടിയുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, പഠനത്തിൽ ഉണ്ടാവണമെങ്കിൽ രക്ഷിതാക്കളായ നമ്മൾ ചെയ്യേണ്ടത്
പോസിറ്റീവായിട്ടുള്ള ഒരു സംസാരം, പ്രശംസ കുട്ടിക്ക് നൽകുക. ഒരിക്കലും മറ്റൊരു കുട്ടിയുമായിട്ട് നമ്മൾ ആ കുട്ടിയെ കമ്പയർ ചെയ്യാതിരിക്കുക, താരതമ്യം ചെയ്യാതിരിക്കുക. ഇത് നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പം എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു, സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. ഇതുപോലെ അനേകം പ്രഭാഷകർ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സാദ് സാറിൻ്റെ സംസാരം മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് പറയാണ് നിങ്ങളുടെ സംസാരം എത്ര പോരാ എന്ന് പറഞ്ഞാൽ അതെനിക്കുണ്ടാക്കുന്ന വിഷമം എത്ര വലുതാണ്. ഇതുപോലെയാണ് നമ്മുടെ കുട്ടികൾക്ക് മറ്റ് അനവധി കഴിവുകളുണ്ട്. ആ കഴിവിനെയാണ് നമ്മൾ പ്രശംസിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത്. എന്നാൽ ഇല്ലാത്ത കഴിവുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാതിരിക്കുക. അപ്പൊ പ്രോത്സാഹനം എന്നുള്ളതാണ് രണ്ടാമതായി ഒരു രക്ഷിതാവിൽ നിന്ന് കുട്ടി പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇതാണ് എനിക്ക് രണ്ടാമതായി പറയാനുള്ളത്. 3, ഈ പ്രോത്സാഹനത്തിന് വലിയ തലങ്ങളുണ്ട്. നിരന്തരമായ പ്രോത്സാഹനങ്ങൾ, അത് നമ്മൾ നിരന്തരം കൊടുക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോധ്യമാകുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ അതിന് വലിയ റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇത്തവണ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരുമ അയൽക്കൂട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ആളുകൾ വന്നില്ല എന്നുള്ളത് ചിലപ്പോൾ നമ്മളെ സങ്കടപ്പെടുത്തിയേക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പ്രസംഗിക്കാൻ വന്ന ആളുകൂടി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക? ഒരു ബാഡ് ഫീലാണ് ഉണ്ടാവുക. എന്നാൽ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സംഘാടനം സൂപ്പറാണ്, ഒരുപാട് വീടുകൾ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, സ്കോഡ് പോയിട്ടുണ്ട്, എന്നിട്ടും പിന്നെ ആ പ്രയത്നങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനിയും അടുത്ത തവണ നിങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഇതിനേക്കാൾ സൂപ്പറായിട്ട് സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം ഒന്നുമില്ലാത്ത ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു ഒരുമ അയൽക്കൂട്ടം സംഘടിപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. തീരെ ആളില്ലാത്ത ഒരു പ്രദേശത്ത് ഈ ശബ്ദം എത്തിക്കാൻ വേണ്ടി ഇതിന്റെ സംഘാടകർ ചിലവഴിച്ച അധ്വാനം ശ്ലാഘനീയമാണ്, പ്രശംസനീയമാണ് എന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഫീല് വളരെ വലുതാണ്. ഇതുപോലെയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾ. ഇപ്പോൾ ഒരു പെൻസിലോ ഒരു പേനയോ ചെറിയ ഒരു പുസ്തകമോ ഒക്കെ നമ്മൾ അവർക്ക് സമ്മാനമായി നൽകുമ്പോൾ അത് അവരുടെ ഭാവി വികസിപ്പിക്കുന്നതിലും ഉന്നതിയിലെത്തിക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ മക്കൾക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ ഇഷ്ടം ആരോടായിരിക്കണം? പാരൻസിനോടാവണം. കുട്ടികൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഉപ്പയായി ഉമ്മയായി നമ്മൾ മാറുക. കഴിഞ്ഞ ദിവസം ഞാൻ കൗൺസിലിംഗ് നടത്തുമ്പോൾ എൻ്റെ അടുത്ത് ഒരു രക്ഷിതാവ്, ഉപ്പയും ഉമ്മയും കൂടിയാണ് വന്ന, ഒരു ഫാമിലി കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ ഈ ഭർത്താവ് ഭാര്യയെ സംബന്ധിച്ച് കാര്യമായി പറഞ്ഞ ഒരു പരാതി, ഇവള് കുട്ടികളെ വല്ലാതെ അടിക്കുന്നു, അത് മുഖത്തടിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുഖത്തടിക്കുക എന്നുള്ളത്. കാരണം മുഖം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന, ഏറ്റവും ആദരിക്കുന്ന ഒരു അവയവമാണ്. അഭിമാനത്തിന്റെ സ്തംഭമാണ് മുഖം എന്നുള്ളത്. ആ മുഖത്ത് ദേഷ്യം കൊണ്ട് നമ്മൾ ഒരിക്കലും അടിക്കാൻ പാടില്ല. എന്നാൽ ഈ കുട്ടിയുടെ മുഖത്ത് അടിക്കാനുള്ള ഒരു പിരിമുറുക്കം, ഫ്രസ്ട്രേഷൻ ഈ ഉമ്മക്കുണ്ടായിട്ടുണ്ട്. 5 മക്കളുടെ ഉമ്മയാണ് ഈ ഉമ്മ. ഈ ഉമ്മക്ക് കിട്ടേണ്ട കുറെ കാര്യങ്ങൾ പിതാവിൽ നിന്ന്, ഭർത്താവിൽ നിന്ന് കിട്ടാതെ വരുന്നു, കുടുംബത്തിൽ നിന്ന് കിട്ടാതെ വരുന്നു. അവൾ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഉമ്മ അത് പ്രകടിപ്പിക്കുക അവരുടെ താഴെയുള്ള ആളുകളിലേക്കായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന വികാരം ഉമ്മയിൽ നിന്ന് അനുഭവിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ മാത്രമേ ഈ കുട്ടി പറയുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ്മനോടാണ്, ഉപ്പയോടാണ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും പേടി കൂടാതെ തുറന്നു പറയാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം. അടിക്കുന്നതിൽ കൂടി, ആക്രമിക്കുന്നതിൽ കൂടി പിന്നെ ഈ കുട്ടിയുടെ സ്വഭാവം നന്നാവല്ല ചെയ്യുക. ഒരു ക്രിമിനൽ ടെൻഡൻസിയിലേക്ക്, ഒരു കുറ്റവാളിയുടെ മനഃശാസ്ത്രത്തിലേക്ക് കുട്ടി വളരാനുള്ള സാമൂഹ്യ സാഹചര്യം അടിയിൽ കൂടി നമ്മൾ ഉണ്ടാക്കുകയാണ്. കാരണം കുട്ടിക്ക് ഒന്നിനും ഫ്രീഡം കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഒരു രക്ഷിതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത്. അത് നമ്മൾ ചെയ്യേണ്ടതാണ്, അല്ലേ? നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് പോലെ തന്നെ
മാനസിക കരുത്ത്, മാനസിക വളർച്ച, മാനസിക ധൈര്യം, അല്ലെ, ധൈര്യത്തോടു കൂടി ഒരു കാര്യം ഏറ്റെടുക്കാനുള്ള അവസ്ഥ മക്കൾക്ക് ഉണ്ടാവണമെങ്കിൽ ചെറുപ്പം തൊട്ട് കുട്ടികൾക്ക് നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ടത് കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത്. മറ്റൊന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എൻജോയ്മെന്റിനുള്ള, ആസ്വാദനത്തിനുള്ള അവസരം കൂടി കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. പഠിക്കാൻ വേണ്ടി നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കൾ കളിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് കാണാറില്ല. ഓരോ കുട്ടി, ഇപ്പം ഞാൻ ഇന്നിവിടെ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എൻ്റെ കാറ് ഞാൻ അവിടെ നിർത്തി. ഇപ്പം നിർത്തിയപ്പോൾ അവിടെ 5 മണിക്കൊരു കളി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ കാർ അവിടെ നിർത്തിയിട്ട് ചിലപ്പോൾ അടി കാറുമ്മലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റണമാണ് ഹൈറ്. ഒരു പയ്യൻ എന്നോട് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് പിന്നെ വണ്ടിമേൽക്ക് വേറെ ഒരു മട്ടൽ വീണിട്ട് ചെറിയൊരു പരിക്ക്, ഇനിയിപ്പോൾ അത് പോയി നോക്കണ്ട, ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അടുത്ത ഒരു ഏറുകൂടി കെട്ടിയിട്ട് കാറ് റെഡി ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് അവിടുന്ന് മാറ്റി. കാരണം സാധ്യത ഉണ്ട് വീഴാൻ, അല്ലേ. അപ്പോൾ ഈ കുട്ടി അവിടെ കളിക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ ശാരീരിക ക്ഷമത തെളിയിക്കാൻ വേണ്ടി വൈകുന്നേരം 5 മണി മുതൽ 6, 6:30 വരെയൊക്കെ കളിക്കുമ്പോൾ രക്ഷിതാക്കളോട് സംഭവം ചോദിക്കും, ഞാൻ കളിക്കാൻ ഇവിടെ പോണ്ട, ഞങ്ങൾ പോയി കളിച്ചോളി, ഉമ്മയും കളിക്കൂല. ഈ കുട്ടികൾക്ക് കളിക്കുക എന്നുള്ളത് അവരുടെ ഊർജം സംഭരിക്കുന്ന, ഊർജം വിനിമയപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണ്. കുട്ടികൾക്ക് കളിയിൽ കൂടി ഒരുപാട് പാഠങ്ങളുണ്ട്, അല്ലേ. ഒരു ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യണം, പരസ്പരം ടീം വർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, സംസാരിക്കാൻ, കൂട്ടുകൂടാൻ, സൗഹൃദം സമ്പാദിക്കാൻ, സഹായങ്ങൾ ചെയ്യാൻ, അങ്ങനെ ഒരുപാട് വികാരങ്ങൾ സാമൂഹ്യ സൃഷ്ടിയായ മനുഷ്യൻ പഠിക്കുന്നത് കളിയിൽ കൂടിയാണ്. അപ്പൊ നമ്മളെ കുട്ടികൾ ക്രിക്കറ്റോ ഫുട്ബോളോ പോലെയുള്ള കളികൾ കളിക്കാൻ അനുവാദം ചോദിക്കുമ്പോൾ രക്ഷിതാക്കളായ നമ്മൾ അനുവാദം കൊടുക്കണം എന്നാണ് ഞാൻ പറയണത്. എന്നാൽ ഇന്ന് ഗെയിം എഡിക്ഷനിലേക്കാണ് കുട്ടികൾ കൂടുതൽ പോണത്. അതുകൊണ്ട് യാതൊരു ഫായിദയുമില്ല, ഗുണമല്ല, ദോഷമാണുള്ളത്. കുട്ടി മാനുവലായിട്ട് കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ കളിക്കുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. പറ്റുമെങ്കിൽ രക്ഷിതാക്കൾ കുട്ടികളുടെ കൂടെ കളിക്കുക. ഇപ്പോൾ നീന്താൻ വേണ്ടിയിട്ട് കുട്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നീന്താൻ പഠിക്കാൻ വേണ്ടി ഒരു കുളം അപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ പുഴയുണ്ട്. ആ പുഴയിലേക്ക് ഈ കുട്ടിയെ ഉപ്പ കൊണ്ടുപോയി അത് പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അത് മനസ്സിന് നൽകുന്ന ഒരു കുളിർമയുണ്ട്. ഞാൻ ഇത് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉടനീളം കുട്ടികളുമായി ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് താഴാൻ സാധിക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും ഒരു ഹിറ്റ്ലർ ക്യാരക്ടറിലേക്ക് നമ്മൾ വളരരുത്. ഹിറ്റ്ലർ ക്യാരക്ടർ എന്താണ്? ചില രക്ഷിതാക്കൾ കുട്ടികളെ ഒട്ടും മനസ്സിലാക്കില്ല. കുട്ടികളെ മനസ്സിലാക്കാതെ പരുഷമായി, പരുക്കനായി ഞാൻ പറയുന്ന കാര്യം അങ്ങോട്ട് കേട്ടാൽ മതി, ഒന്നും അങ്ങോട്ട് പറയണ്ട എന്നുള്ള രൂപത്തിൽ കുട്ടികളെ വളർത്തുന്ന രക്ഷിതാക്കളുണ്ട്. ആ കുട്ടികളെ എവിടെ എത്തൂല. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ നൈസർഗികമായ കഴിവുകളെ മുരടിപ്പിക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള മാതാപിതാക്കളുടെ സംസാരങ്ങൾ പ്രേരിപ്പിക്കുകയുള്ളൂ. കുട്ടി ഒരുപാട് മാനസിക സംഘർഷങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുന്നു. അപ്പൊ അത് തുറന്ന് പറയണമെങ്കിൽ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സൗഹൃദ അന്തരീക്ഷം നമ്മളെ വീട്ടിൽ വേണം. രക്ഷിതാക്കൾ ഉപ്പയും ഉമ്മയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അതായത് കുട്ടികളെ വളർത്തുന്നത് കൂട്ടുത്തരവാദിത്തമാണ്. അത് വാപ്പയും ഉമ്മയും ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. അവരൊരിക്കലും പരസ്പരം കോറൽ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല അത്. എന്നാൽ അവർക്ക് തമ്മിലുണ്ടാവേണ്ടത് സ്നേഹവും സൗഹൃദഭാവവും, ഒരാൾ മറ്റൊരാളെ അംഗീകരിക്കുക, റെസ്പെക്ട് ചെയ്യുക, ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താതിരിക്കുക. ഈ ഒരു എക്സാമ്പിൾ, റോൾ മോഡൽ യഥാർത്ഥത്തിൽ കുട്ടികൾ രക്ഷിതാക്കളിൽ നിന്ന് കാണണം. കാരണം കുട്ടിക്ക് നിർബന്ധമായും കിട്ടേണ്ട കാര്യം സുരക്ഷിതത്വ ബോധമാണ്, സംരക്ഷണമാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ വേറെ വിഷമുള്ള അല്ലെങ്കിൽ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്ന മാനസികാവസ്ഥ എൻ്റെ ക്ലാസ് കേൾക്കുന്ന സന്ദർഭത്തിലുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് കേൾക്കാനുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം എന്തോ ഒരു ആപത്ത് വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിലും സ്കൂളിലും അവർ പഠിക്കുന്ന സ്ഥലങ്ങളിലും അവർക്ക് കിട്ടേണ്ടത് സുരക്ഷിതത്വ ബോധ. വീട്ടിൽ ഉമ്മയും ഉപ്പയും തമ്മിൽ എന്നും അടിപിടിയാണെങ്കിൽ, കലഹിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, ശകാരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് വീട്ടിലുള്ളത് എങ്കിൽ
സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിലും ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? സ്കൂളിൽ അവന് പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ വീട്ടിൽ എൻ്റെ ഉമ്മിപ്പിയും തമ്മിൽ എന്ത് പ്രശ്നമായിരിക്കും, അതെന്തായിട്ടുണ്ടാകും എന്നുള്ളതാണ് അവൻ ചിന്തിക്കുക. അതുകൊണ്ട് കുട്ടി അവരുടെ ജീവിതത്തിൽ വല്ല അബദ്ധത്തിലും പെട്ടിട്ടുണ്ടെങ്കിൽ നാം രക്ഷകരാവുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മകൻ +2 തലത്തിൽ പഠിക്കുകയാണ്. ഞാൻ ഒരു ഉദാഹരണം എന്തിനാ പറയണതെന്ന് വെച്ചാൽ, സ്കൂളിൽ നിന്ന് ചില കാരണങ്ങൾ കൊണ്ട് ആ കുട്ടിയെ പുറത്താക്കിയപ്പോൾ ആ കുട്ടിക്ക് ശക്തമായ സപ്പോർട്ട് നൽകിയത് വാപ്പയാണ്. അപ്പോൾ അധ്യാപകർ പോലും പറഞ്ഞു, കുട്ടി ചെയ്യുന്ന വേണ്ടാത്തരത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാപ്പയാണല്ലോ നിങ്ങൾ എന്നുള്ള രൂപത്തിൽ ഈ രക്ഷിതാവിനെ ആ അധ്യാപകർ കുറ്റപ്പെടുത്തിയെങ്കിലും ഈ രക്ഷിതാവ് എന്നോട് സംസാരിച്ച വിഷയം ഇതാണ്. അതായത് ഈ പ്രായത്തിൽ ഒരു കൗമാരം 17-18 വയസ്സിലൊക്കെ കുട്ടികളിൽ നിന്ന് ചില കുരുത്തക്കേടൊക്കെ ഉണ്ടാവും. ആ സന്ദർഭത്തിൽ അവരെ നമ്മൾ ബ്ലെയിം ചെയ്യുക, കുറ്റപ്പെടുത്തുക, സൈഡാക്കുക, അവരെ ഒന്നിനും പരിഗണിക്കാതിരിക്കുക എന്നുള്ളത് കുട്ടിയുടെ വ്യക്തിത്വത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. കാരണം നമ്മളൊക്കെ വളർന്നു വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ചെറിയ രൂപത്തിലുള്ള ചില വികൃതികളോ തകരാറുകളോ ഒക്കെ കുട്ടികൾക്ക് ഈ കൗമാരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കൗമാരത്തിൽ കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന രക്ഷകരാവുന്ന രക്ഷിതാക്കളായി നമ്മൾ മാറുക എന്നുള്ളതാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. എന്നാൽ അങ്ങനെ രക്ഷിതാക്കൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്ന സൗഹൃദത്തിലേക്ക് കുട്ടികൾ മാറിപ്പോകും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിന്റെ മാർഗത്തിലാണ്. ഈ സന്ദർഭത്തിൽ കുട്ടിക്ക് പ്രോത്സാഹനം നൽകുന്ന, സപ്പോർട്ട് ചെയ്യുന്ന മോശപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിന്റെ കൂടെ ആ കുട്ടി നീങ്ങും. കാരണം കുട്ടിക്ക് അപ്പോൾ വേണ്ടത് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് കഞ്ചാവിന് അടിമപ്പെട്ട അല്ലെങ്കിൽ ലഹരിക്കടിമപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രായത്തിൽ കുട്ടി ആ കഞ്ചാവിന് അടിമപ്പെട്ട കുട്ടിയുടെ കൂടെ നിന്നേക്കും. ഇതുകൊണ്ട് ഒരു രക്ഷിതാവ് മനസ്സിലാക്കേണ്ടത്, ഈ പ്രായത്തിൽ കൗമാരത്തിൽ നമ്മുടെ മക്കൾ അവരിൽ നിന്നുണ്ടാകുന്ന അബദ്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അബദ്ധങ്ങൾ തിരുത്തി കൊടുക്കുകയും ഒപ്പം ശരിയായ ദിശയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഏത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരവസരം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. പ്രത്യേകിച്ച് ഉമ്മമാര്. ഏതെങ്കിലും വിഷയം നീ ചെറുപ്പത്തിൽ പറഞ്ഞു എന്ന് വിചാരിച്ചോ, പിന്നെ അത് വെച്ച് അവരെ നമ്മൾ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പാടില്ല. അതായത് ഒരു കാര്യം ഉമ്മ ഉപ്പ എന്നുള്ള ആ സ്നേഹം കൊണ്ട് തുറന്ന് കുട്ടി പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ ക്യാരക്ടർ, സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുട്ടീനെ നോവിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ രക്ഷിതാക്കളായ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവരുത്. പ്രത്യേകിച്ച് പ്രണയത്തിൽ ഏർപ്പെടുന്ന കുട്ടികൾ. കാരണം 8ാം ക്ലാസ്സിലോ 9ലോ ഒക്കെ പഠിക്കുമ്പോൾ കുട്ടി വന്ന് നമ്മളോട് പറയും, എൻ്റെ അടുത്ത് ഇന്ന ഒരു കുട്ടി വന്നിട്ട് ഐ ലവ് യു, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ കാര്യം കുട്ടി നേരെ വന്ന് രക്ഷിതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രക്ഷിതാവ് മനസ്സിലാക്കേണ്ടത്, ഈ പ്രായത്തിൽ കൗമാരത്തിൽ ഇത്തരത്തിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള വ്യതിയാനങ്ങൾ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. സെക്സിനോട് കുട്ടികൾക്കുണ്ടാവുന്ന ആ ഒരു സമീപനം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി ശരിയായ അവബോധവും ശരിയായിട്ടുള്ള അറിവും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഈ പ്രായത്തിൽ കുട്ടി പറഞ്ഞതോടുകൂടി പിന്നീട് എന്നും ഒരു സംശയത്തിന്റെ നിഴലിൽ കുട്ടിയെ നോക്കിക്കാണുന്ന രക്ഷിതാക്കളുണ്ട്, കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അത് ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അതായത് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മളെ പേടിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. എൻ്റെ ഉപ്പൻ്റെയും എൻ്റെ ഉമ്മൻ്റെയും അടുത്ത് എന്ത് കാര്യങ്ങളും തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഇപ്പൊ സാധാരണ ഒരു ഉപമയിൽ കൂടി നമ്മൾ പറയാറുണ്ട്, ഒരു പക്ഷിയെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ, മുറുക്കി പിടിക്കുകയാണെങ്കിൽ അത് ചത്തുപോകും, തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാറിപ്പോവും. ഉദാഹരണപ്പെട്ടെങ്കിൽ മനസ്സിലാവും അല്ലേ? ഒരു പക്ഷിനെ നമ്മൾ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചത്തുപോകും, നാളെ വിടർത്തി വെച്ചാൽ അത് പാറിപ്പോവും. അപ്പോൾ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരവസ്ഥയിലാണ് നമ്മുടെ മക്കളോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. പിന്നെ പലപ്പോഴും നമ്മളെ ഡീൽ ചെയ്യുന്നൊരു വിഷയം എന്താ വെച്ചാൽ, വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് us, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താ വിചാരിക്കുക. പല കാര്യങ്ങളിലും നമ്മൾ ബേജാറാവണം, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹു എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണിത്. ഈ അമാനത്ത് ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തപ്പെടണമെങ്കിൽ ആ ഒരു സാമൂഹ്യ സാഹചര്യം, വീട്ടിൽ ഇസ്ലാമികമായ അന്തരീക്ഷം വേണം. നമ്മളെ വീട്ടിൽ നമ്മളെ മക്കൾക്ക് തർബിയത്ത് കൊടുക്കണം,
പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ശിക്ഷണം മദ്രസാ വിദ്യാഭ്യാസത്തിൽ കൂടി നമ്മളാണ് കൊടുക്കേണ്ടത്. കാരണം ഒരു ഇസ്ലാമികമായ ഭവനം രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് രക്ഷിതാക്കളാണ്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ നമ്മൾ മുഖവിലക്കെടുക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ ജീവിതത്തിൽ പുലർത്തുമ്പോൾ നമുക്കത് ബോധ്യമാവും. നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പാരായണം ചെയ്യേണ്ട വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ലാ തജഅലു ബുയൂതകും മഖാബിർ ഇന്ന ശൈത്താൻ യൻഫിറു മിനൽ ബൈത്ത് അല്ലതി തുഖറഹു ഫീ സൂറത്തുൽ ബഖറ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയൊരു സംഭവമാണത്. അതായത് നിങ്ങളെ വീടിനെ ആക്കരുത്, ഒരു ശ്മശാനതുല്യാക്കരുത്, കബറിടാക്കരുത്. നിങ്ങളെ വീട്ടിൽ വെച്ച് നിങ്ങൾ എന്നും സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറ എന്നുള്ളത് പൈശാചികമായ പ്രേരണയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകളാണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ എല്ലാ ദിവസവും മക്കളെ കൊണ്ട് നമ്മൾ തന്നെ, മാതാപിതാക്കളും കുട്ടികളും ഒന്നിച്ചിരുന്ന് 10-15 മിനിറ്റ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സഹോദരന്മാരെ, മക്കൾ നന്നായി വളരണമെങ്കിൽ അവർ നമസ്കാരമുള്ളവരാണ്. അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ വിഷയമാണ് നിസ്കാരം. അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ഒരു നേരം നിസ്കരിച്ചാൽ പോരാ, 5 നേരം ഫർളായിട്ട് നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഉപേക്ഷ വരുത്താൻ പാടില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ നേരത്ത് അബൂബക്കർ സിദ്ദീഖിനോടും മറ്റ് സഹാബെ കിറാമിനോടും ഓർമ്മിപ്പിച്ച വിഷയം നിസ്കാരമാണ്. ഒരാളുടെ ജീവിതത്തിൽ നമസ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടി അയാളുടെ എല്ലാം നഷ്ടപ്പെട്ടു. പരലോകത്ത് വിചാരണ നേരിടുന്ന ഒന്നാമത്തെ വിഷയം തൗഹീദ് ഉൾക്കൊണ്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മുഅ്മിനാണ്, മുവഹിദാണ് എന്ന് ബോധ്യമായാൽ രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ നിസ്കാരത്തെക്കുറിച്ചാണ്. നിസ്കാരമുണ്ട്, അത് കൃത്യമായി നമ്മൾ നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ഉപേക്ഷ വരുത്തരുത്. പ്രത്യേകിച്ച് സ്ത്രീകളോട് ഉണർത്താനുള്ളത്, നിസ്കാരം അതിൻ്റെ അവ്വല് വക്തിൽ നമ്മൾ നിർവഹിക്കുക. അല്ലേ? നിസ്കാരത്തെക്കുറിച്ച് പരാമർശിച്ച ആയത്തിൽ കാണാൻ പറ്റും കിതാബൻ മൗഖൂത്ത, അത് സമയബന്ധിതമായ കർമ്മമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം സുബഹി നിസ്കാരമാണ്. സുബഹിൻ്റെ ആ 2 റക്അത്ത് സുന്നത്തും സുബഹിൻ്റെ 2 റക്അത്തും വളരെ പ്രധാനമുള്ള നിസ്കാരങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഒരാൾ ജമാഅത്തായി പള്ളിയിൽ പോയി 2 റക്അത്ത് സുബഹി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചതിന് തുല്യമാണെന്ന് പറഞ്ഞാൽ എത്ര ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്. എന്നാൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ കുട്ടികൾ ആ നിസ്കാരം നിർവഹിക്കാതെ കടന്നുറങ്ങാണ്. നമ്മളവർക്ക് പുതപ്പ് നീട്ടി ഇട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ അക്രമമാണ്. അതുകൊണ്ട് ഒരു വീട്ടിൽ ഇസ്ലാമികമായ ഒരു സംസ്കാരം വളരണമെങ്കിൽ ഏറ്റവും പ്രധാന നിസ്കാരമാണ്. അത് ഈ സുബഹി മാത്രമല്ല, ളുഹ്റും അസ്റും മഗ്രിബും ഇശാവും എല്ലാം കൃത്യമായി നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ? ആ നിസ്കരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം ബോധത്തോടുകൂടി നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. അതിന് ഇന്ന് നവീനമായിട്ടുള്ള നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. ഇപ്പം നമുക്കറിയാം, വയനാട് ചൂരൽമല എന്ന പ്രദേശത്ത് ഈ അടുത്തുണ്ടായ ദുരന്തം. ആ ദുരന്തത്തിൽ രാത്രി 11-12 മണിക്ക് വീട്ടിലുറങ്ങിയ ആളുകൾ ചാലിയാറിലാണ് അവർ പൊങ്ങിയിട്ടുള്ളത്. ഇതാണ് മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ദുർബലത. മനുഷ്യൻ നിസ്സാരനാണ്. അല്ലേ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ച പ്രാർത്ഥനയാണ്. എന്നും നിലനിൽക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവെ, കണ്ണ് ഇമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. ഈ ഒരു വിശ്വാസ സംരക്ഷണത്തോടുകൂടി ജീവിക്കാൻ മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ നമ്മൾ പ്രാപ്താക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടും. നമ്മൾക്ക് ഒരു സെക്കൻഡ് പോലും നമ്മുടെ കാര്യം ഒറ്റയ്ക്ക് നിർവഹിക്കാൻ പറ്റില്ല. മനുഷ്യൻ ദുർബലനായിട്ടാണ് ജനിച്ചത്, ദുർബലനായിട്ടാണ് വളരുന്നത്, ദുർബലനായിട്ടാണ് മരിക്കുന്നത്. ശരിക്കും ആലോചിച്ച് നോക്കി, നമ്മൾ പ്രസവിക്കുന്ന ഘട്ടത്തിൽ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ് മനുഷ്യൻ. 2 വയസ്സുവരെ മുലപ്പാൽ കുടിക്കുകയാണ്. മുലപ്പാൽ കുടിച്ച് ഒരു കുട്ടിയായി വളർന്ന് അവൻ്റെ ശക്തി സംഭരിക്കണമെങ്കിൽ കൗമാരത്തിൽ ഒക്കെ എത്തണം. സ്വന്തമായിട്ട് വിദ്യ അഭ്യസിച്ച് ഒരു ജോലി നേടി കല്യാണമൊക്കെ കഴിക്കുമ്പോഴൊക്കെ അവന് പക്വത, മാനസിക വളർച്ചയൊക്കെ എത്തുള്ളൂ.
എന്നിട്ട് വയസ്സാവുന്ന ഘട്ടത്തിൽ, പ്രായം കൂടുന്ന ഘട്ടത്തിൽ ബെല്ലും ബ്രേക്കും നഷ്ടപ്പെട്ട് ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് ഈ ആള് മാറുകയാണ്. ഇതിൽ ഒരു വലിയ ദൃഷ്ടാന്തമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം ആത്മീയമായ വിദ്യാഭ്യാസം, ആത്മീയമായ ഭക്ഷണം കൊടുക്കണം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുആ ആണ് എന്ന് നമ്മൾ അവരെ പഠിപ്പിക്കണം. കാരണം മനുഷ്യൻ നിസ്സാരനാണ്. ഉദാഹരണങ്ങൾ നമുക്കറിയാം. കിഡ്നി ഫെയിലിയർ ആയ ഒരു പേഷ്യന്റ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസിന് വിധേയനാവുകയാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്യാൻ മിനിമം 2-3 മണിക്കൂർ ആവശ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശരീരത്തിൽ രക്തസംക്രമണം കൃത്യമായി നിർവഹിക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള രക്തം കൃത്യമായി പമ്പ് ചെയ്യുന്നുണ്ട്, ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും കാര്യക്ഷമതയോടുകൂടി നടക്കുന്നുണ്ട്. ഇതൊക്കെ നൽകി അനുഗ്രഹിച്ച അള്ളാഹുവിനുള്ള നന്ദിയാണ് നിസ്കാരം, നന്ദിയാണ് പ്രാർത്ഥന, അല്ലേ? അപ്പൊ നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണുകയാണെങ്കിൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. വഇൻ തഉദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ഓരോന്നൊന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ ഏതെങ്കിലും ദുരന്തങ്ങൾ നടക്കുമ്പോൾ ആ ദുരന്തങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് ബദൽ ആ ദുരന്തങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ത് എന്ന് നമ്മളാരും ചർച്ച ചെയ്യാറില്ല. അതുകൊണ്ട് ഈ കൊട്ടപ്പുറത്ത്, ഈ അയൽക്കൂട്ടത്തിൽ വന്നിരിക്കുന്ന എൻ്റെ സഹോദരിമാരോടും സഹോദരങ്ങളോടും എനിക്ക് ഉണർത്താനുള്ളത്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി നമ്മൾ പറയുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ? എന്താണ് ഏറ്റവും വലിയ നന്ദി? അൽഹംദുലില്ലാഹ്, അല്ലേ? നല്ല കാലാവസ്ഥ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ അള്ളാഹിനോട് നമ്മൾ പറയാണ് അൽഹംദുലില്ലാഹ്. ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കിട്ടി, ഞാനത് കുടിച്ചു, ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ഞാനത് കുടിച്ചു. ബിസ്മില്ലാ എന്നുള്ളത് നന്ദിയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ ചൊല്ലാൻ പറഞ്ഞു, അതിനുള്ള നന്ദിയാണ്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പറഞ്ഞു, നന്ദിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. എന്താണ് സ്വലാത്ത് എന്ന് ആദ്യം പഠിക്കണം. ഒരു വട്ടം നിങ്ങൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് 10 പുണ്യം ലഭിക്കും, 10 അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും. ഈ ദുനിയാവിലുള്ള ജീവിതത്തിൽ തന്നെ പരലോകത്ത് വേറെയും നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയപ്പെടും എന്ന് പറഞ്ഞാൽ സ്വലാത്ത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇതാണ് സ്വലാത്ത്. ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലി, 2 വട്ടം ചൊല്ലി, 10 വട്ടം ചൊല്ലി, മിനിമം ഒരു 5 മിനിറ്റ് കൊണ്ട് 10 സ്വലാത്ത് നമ്മൾ ചൊല്ലാൻ പറ്റും. 10 വട്ടം സ്വലാത്ത് ചൊല്ലിയ 100 പുണ്യം എന്ന് പറഞ്ഞാൽ 100 അനുഗ്രഹങ്ങൾ ദുനിയാവിൽ കിട്ടും. മിനിമം ഒരു ദിവസം 10 സ്വലാത്തെങ്കിൽ നിങ്ങൾ ചൊല്ലണം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ഇത്തരത്തിലുള്ള പ്രബലമായ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഉത്തരവാദിത്തമുള്ള രക്ഷിതാവാകാൻ നമുക്ക് സാധിക്കും. കാരണം കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടിയാണ് നാം നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ മാനസികമായിട്ടുള്ള ഒരുപാട് പിരിമുറുക്കങ്ങൾ വന്ന് കൊണ്ടിരിക്കുന്നു. എന്താ മാനസിക പിരിമുറുക്കം? പ്രധാനപ്പെട്ട പിരിമുറുക്കം എന്താന്ന് വെച്ചാൽ അള്ളാഹു ചെയ്ത നിഅമത്തിന് നന്ദി കാണിക്കാത്തത് കൊണ്ടാണ് ഉണ്ടാവുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു രക്ഷിതാവ് ഒരു കുട്ടിയെയുമായിട്ട് പരാതിപ്പെട്ടു കൊണ്ടുവന്നു. എന്താ പരാതി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പല വിഷയങ്ങളിലും A+ കിട്ടില്ല എന്നുള്ള, പല വിഷയങ്ങളിലും A+ കുട്ടിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് രക്ഷിതാവിന്റെ പരാതി. അപ്പോൾ മെന്റലി റിട്ടാർഡഡ് ആയ, മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഉമ്മയോട് പറഞ്ഞു, നിങ്ങളെ കുട്ടിക്ക് A+ കിട്ടുന്നില്ല എന്നുള്ള പരാതിയല്ല ഇപ്പം നിങ്ങൾക്ക് കാര്യമായിട്ടുള്ളത്. ഈ കുട്ടി നിങ്ങൾ കണ്ടോ? ആ കുട്ടിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരാൾ വേണം, ഭക്ഷണം കഴിപ്പിക്കണമെങ്കിൽ ഒരാൾ വേണം, ഡ്രസ്സ് ഉടുത്തെടുക്കണമെങ്കിൽ ഒരാൾ വേണം. ഇതൊക്കെ ചെയ്തിട്ടാണ് ആ കുട്ടി അതൊക്കെ നിർവഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ കുട്ടി വലിയ അവസ്ഥയിലാണുള്ളത്. അപ്പൊ ഈ ഒരു കമ്പാരിസൺ ഈ ഉമ്മ നടത്തി കഴിഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, എനിക്കൊരു പരാതിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? നിങ്ങൾ നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്കാണ് എപ്പോഴും നോക്കുന്നത്. അതാണ് പ്രശ്നം. നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ കാണാതിരിക്കുന്നത് കൊണ്ടാണ്. നമ്മേക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അയാളെ വീട് കണ്ടില്ല, അവിടെ 4 റൂമുണ്ട്, എനിക്ക് ആകെ 2 റൂമേ ഉള്ളൂ. ഇതാ നമ്മളെ ടെൻഷൻ, അല്ലേ? അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹങ്ങളിൽ തൃപ്തിപ്പെടുക, അതാണ് ഗിന നഫ്സ് എന്ന് പറഞ്ഞത്. അതാ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്.
ഇപ്പൊ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശത്തൊക്കെ സന്ദർശിക്കാൻ നിങ്ങൾക്ക് തൗഫീക്ക് കിട്ടിയ നിങ്ങൾക്ക് ബോധ്യാവും, ഒരു പ്രദേശം മുഴുവൻ നാമാവശേഷമായി ഇല്ലാതായിരിക്കുന്നു. വീടില്ല, അവരുടെ കുടുംബമല്ല, മക്കളില്ല, സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടു, ജോലിയില്ല. നീ എന്താ ഉള്ളത്? ഒന്നുമില്ല. അൽഹംദുലില്ലാ, എനിക്ക് 5 സെന്റ് വീടുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, എൻ്റെ ഭർത്താവിന് ജോലിയുണ്ട്, ഇതൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാ. ഈ ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരിക. അതായത് ഭൂമിയിലാവട്ടെ, നിങ്ങളുടെ ശരീരങ്ങളിലാവട്ടെ, നിങ്ങൾക്ക് ബാധിക്കുന്ന ഏതൊരാപത്തും അത് ബാധിക്കുന്നതിന് മുമ്പ് അള്ളാഹു വ്യക്തമായി ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ അത് സംഭവിക്കുന്നില്ല. ഇപ്പൊ ഈ സംസാരം ഞാൻ നടത്തുമ്പോൾ ഈ സംസാരത്തിൽ എത്ര ആളുകൾ പങ്കെടുക്കണം, എത്ര ആൾ കേൾക്കണം, എന്ത് മാറ്റങ്ങൾ ഉണ്ടാവണം, ഇതൊക്കെ അള്ളാഹ് നേരത്തെ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ശരീരത്തിലാവട്ടെ, ഭൂമിയിലാവട്ടെ, ഏതൊരാപത്ത് ബാധിക്കുകയാണെങ്കിലും അത് ബാധിക്കുന്നതിന് മുമ്പ് വ്യക്തമായി കൃത്യമായി ഒരു രേഖയിൽ, ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ അത് സംഭവിക്കുന്നില്ല എന്നാണ്. എന്തിനാണ് സഹോദരങ്ങളെ ഇങ്ങനെ അള്ളാഹു വിധിയെ തീരുമാനിച്ചിരിക്കുന്നത്? നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കാതിരിക്കാനും കിട്ടിയതിൽ ആഹ്ലാദിക്കാതിരിക്കാനുമാണ് അങ്ങനെ ചെയ്തത് എന്നാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ്. പേനകൾ ഉയർത്തപ്പെട്ടു, മഷി വറ്റി വരണ്ടു. ഈ ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടായി പിന്നെ എന്ത് ടെൻഷനാ? ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം 2 എളുപ്പമുണ്ട്. ഈ സമയവും കടന്നു പോകും. ഇപ്പൊ കറണ്ട് പോയി, അൽഹംദുലില്ലാ. കറണ്ട് പോയപ്പോഴാണ് എൻ്റെ ശബ്ദത്തിൻ്റെ ആ ഒരു പവറ്, അല്ലേ, കറണ്ടിൻ്റെ ഒരു പവർ നിങ്ങൾക്ക് മനസ്സിലായത്. എന്നാൽ എൻ്റെ പ്രസംഗം മുഴുവനും ഈ കറണ്ട് തന്നെ റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ഉള്ളതിൻ്റെ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തി മനസ്സിലാവില്ല. അപ്പൊ ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം 2 എളുപ്പമുണ്ട്. അപ്പൊ ജീവിതത്തിലെ രോഗങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാം. അപ്പൊ നമ്മളുടെ പാരന്റിങ്ങിൽ നമ്മൾ മിസ്റ്റേക്ക് വരുത്തരുത്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. രോഗം അള്ളാഹു നൽകുന്നത് പരീക്ഷണമായിട്ടാണ്, ആരോഗ്യം തന്നതും പരീക്ഷണമായിട്ടാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ ഇപ്പൊ വലിയ ഹൈറിലാന്ന് പറയും. ഈ ഹൈർ എന്താ? രോഗമില്ലാത്ത അവസ്ഥയാണോ? അല്ല, രോഗവും ചിലപ്പോൾ ഹൈറാണ്. വൈ? രോഗം തരുന്നത് അള്ളാഹു നിഅമത്ത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ രോഗം തന്നപ്പോൾ ഒരു പനി 2 ദിവസം വന്ന് ഒരു 5 ദിവസം കടന്നു, അല്ലെങ്കിൽ 7 ദിവസം കടന്നു. അപ്പോഴാണ് ആരോഗ്യത്തിന്റെ മഹാത്മ്യം എനിക്ക് മനസ്സിലായത്. ഇത് എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് അള്ളാഹ് രോഗം തന്നത്. അൽഹംദുലില്ലാ. അപ്പൊ എപ്പോഴും നമ്മൾ ആവർത്തിക്കേണ്ട ഒരു വചനമാണ് അൽഹംദുലില്ലാ. ഇപ്പൊ സൈക്കോളജിയിൽ ഞങ്ങൾ പറയുന്ന ഒരു തെറാപ്പിയാണ് ഹംദ് തെറാപ്പി. എന്താ ഹംദ് തെറാപ്പി എന്ന് പറഞ്ഞാൽ? നിങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇവിടെ എൻ്റെ ക്ലാസ്സുകൾക്ക് നിങ്ങൾ ഈ ഒരു തെറാപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ രോഗങ്ങൾ ഇല്ലാതാവും. കുറേ രോഗങ്ങൾ തോന്നൽ മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്കറിയില്ല. കുറേ രോഗങ്ങൾ തോന്നലാണ്. ഞാനൊരു രോഗിയാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിന് കൊടുക്കുന്ന നിർദ്ദേശം, അല്ലേ? എനിക്ക് രോഗങ്ങളുണ്ട്, എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നെഗറ്റീവായ ഒരുപാട് സജഷൻസ്, അഭിപ്രായങ്ങൾ നമ്മളെ മനസ്സിലിങ്ങനെ കൊടുക്കുകയാണ്. എൻ്റെ കുട്ടി പഠിക്കുകയില്ല, വളരെ മോശമാണ്, പറഞ്ഞൊന്നും കേൾക്കില്ല, അത് മോശമാണ്, അല്ലേ? ഒക്കെ നെഗറ്റീവ്സാണ്. ഈ നെഗറ്റീവ്സ് ഈ തലച്ചോറിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഔട്ട്കം ആയിട്ട് വരിക, പുറത്ത് വരിക, പിന്നെ നെഗറ്റീവ്സ് ആവും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? ഇപ്പം എന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിന് ചില നിർദ്ദേശം കൊടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ പ്രദേശത്ത് ഒരുമ അയൽക്കൂട്ടത്തിൽ ക്ലാസ് എടുക്കാനുള്ള വിവരം, അറിവ് എനിക്കുണ്ട്. അൽഹംദുലില്ലാ, പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, ഏറ്റവും മനോഹരമായി ഭംഗിയായിട്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ എടുക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചിട്ടാണ് ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഇതേപോലെ നമ്മുടെ കുട്ടികളോട് നീ പരീക്ഷ എഴുതുന്നു, നല്ല മാർക്ക് വാങ്ങുന്നു, ഉന്നത പൊസിഷനിലെത്തുന്നു, ഉയർന്ന ഉദ്യോഗം വരിക്കുന്നു, ഇങ്ങനെ പോസിറ്റീവായ നിരന്തരം സ്ട്രോക്കുകൾ ഉത്തരവാദിത്തമുള്ള രക്ഷിതാക്കളാണ് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ എന്താ ചെയ്യല്? ഇജ്ജ് പഠിച്ചിട്ട് കാര്യമില്ല, ഇജ്ജ് എവിടെ എത്തൂല, ഇങ്ങനെ ഒയപ്പി നടന്നോ, അതാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിനായിട്ട് കേട്ട്, അപ്പോൾ ഞാൻ പഠിക്കൂല, നിങ്ങളെന്താ കണ്ട് കൂട്ടിക്കോളി. ആ നെഗറ്റീവ് പറയുന്നതിന് ബദൽ പോസിറ്റീവായിട്ട് പറഞ്ഞു നോക്കി, ആ കുട്ടി മാഷാ അല്ലാഹ് സൂപ്പറായിട്ട് മാറും. അപ്പോൾ നമ്മുടെ പിരിമുറുക്കം മാറാനുള്ള ഒരു റെമഡി, ഒരു പരിഹാരമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പിന്നെ അള്ളാഹ് നിരോധിച്ച ഒരുപാട് സംഗതിയായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. ഇപ്പം പലിശയോട് അടുക്കരുത് എന്ന് പറഞ്ഞു. നമ്മളെ വീടുണ്ടാക്കുന്ന പലിശ കൊണ്ട്, വാഹനം വാങ്ങുന്നത് പലിശ കൊണ്ട്, നമ്മുടെ പല സംരംഭങ്ങളുടെയും
പ്രധാനപ്പെട്ട സ്രോതസ് പലിശയാണ്, ബാങ്കത്തെ ലോണാണ്. അള്ള വിരോധിച്ച സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് വിശേഷിപ്പിച്ച കാര്യമാണ് ലോണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്. നമുക്കൊക്കെ അറിയാത്ത കുഴപ്പം ആർക്കുമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളിങ്ങനെ നിന്നോളി എന്ന് പറയും. അപ്പോൾ ആ മനുഷ്യനോട് പോയിട്ട് ലോൺ എടുപ്പിച്ചിട്ട് പരണ്ടാക്കും. അല്ലെങ്കിൽ എല്ലാവർക്കും കാറുണ്ട്, നിങ്ങൾക്ക് മാത്രം കാറില്ലാത്ത പറഞ്ഞിട്ട് ആ മനുഷ്യനെ കൊണ്ട് കാറും വാങ്ങിപ്പിക്കും. എന്നിട്ട് പിന്നെ ഈ വരുമാനം ചെലവിനനുസരിച്ചുള്ള വരുമാനമല്ല, സ്വാഭാവികമായിട്ടും ടെൻഷൻ കൂടി. അള്ളാഹു വിരോധിച്ച വൻപാപമാണ് പലിശ. ആ പലിശയിൽ കൂടിയാണ് നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കുന്നത്. അതോടുകൂടി ബർക്കത്ത് നമ്മളെ കുടുംബത്തിൽ നിന്ന് മിസ്സിങ് ആവുന്നു. ശരിയല്ലേ? ബർക്കത്ത് പോകാനുള്ള കാരണം എന്താ? നമ്മൾ തന്നെ ഉണ്ടാക്കിയല്ലേ. ഒരാളോട് 10 രൂപ കടം വാങ്ങുന്നതിനേക്കാളും വലിയ തെറ്റാണ് യഥാർത്ഥത്തിൽ എന്ത്? കടം വാങ്ങുന്നത് തെറ്റല്ല, കടം ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങാം. എന്നാൽ ഒരാളോട് പലിശക്ക് പൈസ വാങ്ങുക, ബാങ്കിൽ നിന്ന് വാങ്ങുക എന്നുള്ളത് വൻ പാപമായി നമ്മൾ കാണാതെ പോകുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്ന മാനസികാവസ്ഥ ഉള്ളവരായിട്ട് മാറണം. സ്വന്തം കാര്യം സിന്ദാബാദ്, ആ ഒരു പോളിസിയിൽ നിന്ന് മാറിയിട്ട് എൻ്റെ അയൽവാസിയോട് ഏറ്റവും നല്ല രൂപത്തിൽ നിൽക്കുക, അതെൻ്റെ രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം സൗഹൃദ മനോഭാവത്തോടുകൂടി ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി നമ്മൾക്കുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയപ്പെടണമെങ്കിൽ അയൽപ്പക്കവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നന്നാക്കിയെടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് പല കാര്യങ്ങളും പഠിപ്പിച്ചപ്പോൾ അയൽവാസിയോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിനെ കുറിച്ചാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിപ്പോയി. എന്താ തോന്നിയത്? അനന്തര സ്വത്തിൽ അയൽവാസിക്ക് നിർബന്ധം ഉണ്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലായ നിങ്ങൾ? അനന്തരാവകാശ സ്വത്ത് അയൽവാസിക്ക് കൂടി നിർബന്ധമാക്കപ്പെടുമോ എന്ന് തോന്നി എന്ന് പറഞ്ഞാൽ അയൽവാസിയോട് നമുക്കുള്ള ബാധ്യത അത്ര വലുതാണ്. എന്നാൽ പലപ്പോഴും ബർക്കത്ത് നഷ്ടപ്പെടാൻ കാരണം എന്താ? ചെറിയ ഒരു അതിരിൻ്റെ വിഷയത്തിൽ നമ്മൾ അയൽവാസിനോട് തെറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ ആകെ പിരിമുറുക്കത്തിലാണ് നമ്മൾ നടക്കുന്നത്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അയൽപ്പക്ക ബന്ധം എൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഞാനത് മുഖവിലക്കെടുക്കണം. അതെൻ്റെ ജീവിതത്തിൻ്റെ അനിവാര്യതയാണെന്ന് മനസ്സിലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് നമ്മൾ ഇത്തിബാ ചെയ്യുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളുടെ വേഷവിധാനം. അല്ലേ? സാമൂഹ്യ മാധ്യമങ്ങളാണ് ഇന്ന് മക്കളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നാസ്തികവാദത്തിലേക്കും ലിബറലിസത്തിലേക്കും ഒക്കെ മക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോകാനുള്ള കാരണം എന്താണ്? അവരുടെ റോൾ മോഡൽസ് നമ്മളല്ല. മക്കളുടെ ദിശാബോധം നിർണയിക്കുന്നത് സിനിമാ താരങ്ങളാണ്. ഇപ്പൊ സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മൂല്യ ശോഷണം എന്ന് ഈ അടുത്ത് വന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധാർമികമായിട്ടുള്ള സ്ത്രീ പീഡന കഥകളൊക്കെ നമ്മൾ കേട്ടു. എന്നാൽ നമ്മുടെ മക്കൾ റോൾ മോഡലായി സ്വീകരിക്കുന്നത് ഇത്തരം കഥാപാത്രങ്ങളെയാണ്. എന്നാൽ ശരിയായ ജീവിതം എന്ത് എന്ന് കുട്ടികൾ പഠിപ്പിക്കപ്പെടേണ്ടത് മതമൂല്യങ്ങളിൽ കൂടിയാണ്. അതിന് മദ്രസ വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്, അനിവാര്യമാണ്. അപ്പൊ ഈ മദ്രസ വിദ്യാഭ്യാസത്തിന് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഒരു കുട്ടിയെ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ്സോ 10-ാം ക്ലാസ് വരെ മദ്രസയിൽ പറഞ്ഞയക്കുമ്പോൾ ചിലപ്പോൾ ആ മദ്രസയിൽ ഒരു ഫീസ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ 200-300 മാസത്തിൽ ഫീസ് കൊടുത്താൽ മാത്രമേ ആ അധ്യാപകർക്ക് നല്ല സാലറി കൊടുത്ത് നല്ല മദ്രസ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2-3 കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഈ രക്ഷിതാവ് ചിന്തിക്കുകയാണ്, 1000 രൂപ അല്ലെങ്കിൽ 900 രൂപ ഫീസ് കൊടുത്തിട്ട് എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റൂല, അതുകൊണ്ട് മദ്രസ വേണ്ട. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൻ്റെ അടിത്തറ നിർണയിക്കുന്ന, മൂല്യം നിർണയിക്കുന്ന, ധാർമ്മികത നിശ്ചയിക്കുന്ന പഠനമാണ് മതവിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസം. അത് കൊടുക്കേണ്ട പ്രായത്തിൽ നമ്മളത് കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ അടിത്തറ നന്നാവുകയുള്ളൂ. കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും ഒക്കെ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അടിത്തറ നന്നായിട്ടില്ല എങ്കിൽ എഞ്ചിനീയർ എന്ത് ചെയ്യും? ഉന്നത പഠനം കഴിഞ്ഞതിന് ശേഷം കൈക്കൂലി വാങ്ങും. KSCBയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ കൈക്കൂലി വാങ്ങും. PWDയിൽ വർക്ക് ചെയ്യുന്ന ആൾ കൈക്കൂലി വാങ്ങും. എന്നാൽ മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ധാർമ്മിക ബോധത്തോടുകൂടി വളരുകയാണെങ്കിൽ അന്യന്റെ മുതൽ കൈക്കൂലി വാങ്ങാൻ പറ്റില്ല എന്നുള്ള വിദ്യാഭ്യാസം മദ്രസയിൽ നിന്ന്, ഖുർആനിൽ നിന്ന് ആ കുട്ടി പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് ചെറുപ്രായത്തിൽ തന്നെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കളായ നമുക്കാണ്. ഈ ഉത്തരവാദിത്തം നമ്മൾ മറന്നു പോകരുത്. കാരണം നമുക്ക് ചിലപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും.
ചിലപ്പോൾ ഈ പ്രദേശത്ത് അത്തരത്തിലുള്ള ഒരു മദ്രസ ഉണ്ടാവില്ല. പുളിക്കൽ പിന്നെ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ആ ഒരു മദ്രസയിലേക്കായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ കുട്ടീനെ കൊണ്ടുവരണം. അപ്പോൾ 1-2 കിലോമീറ്റർ എന്ത് ചെയ്യേണ്ടി വരും? അന്നൗറ മദ്രസയിലേക്ക് നിങ്ങൾ ഓട്ടോയിൽ വിടേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സാഹസികത മനസ്സിലാക്കിക്കൊണ്ട് കുട്ടിയെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ എൻ്റെ ഉപ്പക്കും ഉമ്മക്കും എനിക്ക് മതധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വലിയ താല്പര്യമുണ്ട് എന്നുള്ള സീരിയസ്നെസ് കുട്ടി പഠിക്കുകയാണ് ഈ പാഠത്തിൽ കൂടി. നേരെ മറിച്ച് സ്കൂളിലേക്ക് നമ്മൾ പോകുമ്പോൾ ട്യൂഷൻ ഫീസ് കൊടുക്കുന്നു, ഫെസ്റ്റിവൽ ഫീസ് കൊടുക്കുന്നു, പലതരത്തിലുള്ള ഫീസ് കൊടുക്കുന്നു. അത് 1000-2000 മാസം കൊടുക്കണതിന് നമുക്കൊരു പ്രശ്നമില്ല. ആ കുട്ടികളെ നല്ല ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം കൊടുത്ത് നമ്മൾ വളർത്തുന്നു. എന്നാൽ അതേ താല്പര്യം മതവിദ്യാഭ്യാസത്തോട് നമ്മൾ കാണിക്കുന്നുണ്ടോ? അപ്പം നമ്മുടെ മക്കൾ മാനസികമായും ശാരീരികമായും വളരണമെങ്കിൽ ആത്മീയ തലത്തിലുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടണം. അത് നല്ല മതമൂല്യമുള്ള മദ്രസ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ് കിട്ടേണ്ടത്. അതിനുള്ള മുൻകരുതൽ നൽകേണ്ടത് രക്ഷിതാക്കളായ നിങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടികളെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് പലപ്പോഴും പുറത്തു വിടാറുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ പറയിപ്പിക്കുന്നത് അല്ലെങ്കിൽ സാംസ്കാരികമായി ജീർണതയിലേക്ക് പോകുന്നത് വേഷവിധാനത്തിന്റെ കാര്യത്തിൽ സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ. ആൺ വേഷം കെട്ടുന്ന അവസ്ഥയിലേക്ക് പെൺകുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികൾ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്നു, ഞാൻ അത് ധരിച്ചു എന്ന് വിചാരിച്ച എന്താ നിങ്ങൾക്ക് പ്രശ്നം? കാരണം അവർ ഇത്തരം റോൾ മോഡൽസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് സിനിമയിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നുമാണ്. നമ്മുടെ കുട്ടികൾ കാണുന്നത് എന്ത്, കേൾക്കുന്നത് എന്ത്, അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നത് എന്ത് എന്നുള്ള വിവരം രക്ഷിതാക്കൾക്ക് പോലുമില്ല. കാരണം മൊബൈൽ ഫോൺ എഡിക്ഷനിൽ കുട്ടികൾ പോകുമ്പോൾ കുട്ടി എന്താണ് കാണുന്നത് എന്ന് രക്ഷിതാവിന് അറിയില്ല. ഈ പുതിയ നവീനമായിട്ടുള്ള മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം രണ്ടും നമ്മൾ മനസ്സിലാക്കണം. കുട്ടി ദുരുപയോഗത്തിലേക്ക് പോവാതിരിക്കണമെങ്കിൽ അതിൻ്റെ ഉപയോഗ സാധ്യതകൾ എന്ത് എന്ന് കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. രക്ഷിതാക്കളോട് എനിക്ക് ഉണർത്താനുള്ളത്, ചെറിയ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഒരു ട്രെൻഡ് വർദ്ധിച്ചു വരുന്നു. ഇന്ന് മാരകമായിട്ടുള്ള ക്യാൻസർ ചെറിയ കുട്ടികളിൽ ഉണ്ടാവാൻ അത് കാരണമാക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുട്ടികൾ ശല്യക്കാരായി മാറുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മയിൽ നിന്ന് അത് പിടിച്ചു വാങ്ങിയിട്ട് കുട്ടി പോവാണ്. അപ്പോൾ ഉമ്മ ഇവൻ്റെ ശല്യം ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മൊബൈൽ ഫോൺ കൊടുക്കുന്നത്. പക്ഷേ ഈ മൊബൈൽ ഫോൺ കുട്ടി ഉപയോഗിക്കുന്നതിൽ കൂടി കുട്ടി പുതിയ മേഖലയിലേക്ക് നീങ്ങാണ്. കാരണം കുട്ടി ഒരിക്കലും കാണാൻ പാടില്ലാത്ത അവൻ്റെ പ്രായത്തിൽ നിന്ന് അതീതമായിട്ടുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ കുട്ടികൾ പഠിക്കുകയാണ്. ഇത് മുഖേന ഒരു വലിയ ജനറേഷൻ ഗ്യാപ്പ് രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് മാറിയ സാഹചര്യത്തിൽ ഡിജിറ്റൽ നേറ്റീവ്സ് ആയിട്ടുള്ള, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, സാങ്കേതിക വിദ്യയിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള മക്കളെ എങ്ങനെ രക്ഷിതാവാകണം, എങ്ങനെയാണ് അവരെ നിയന്ത്രിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചേ പറ്റൂ. അവരുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും നമ്മൾ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഉന്നത കലാലയങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ ആ കുട്ടികൾ സുരക്ഷിതരാണോ? നമ്മൾ കേട്ടല്ലോ, ഈ അടുത്ത് പല സ്ത്രീ പീഡനങ്ങളും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ അവർക്ക് സുരക്ഷിതത്വം ഒരുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോകരുത്. അവരേത് വലിയ കലാലയങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞേക്കുകയാണെങ്കിലും എൻ്റെ കുട്ടിക്ക് ധാർമ്മികമായിട്ടുള്ള ഒരു സാഹചര്യം ആ കലാലയത്തിലുണ്ടോ, കോളേജിലുണ്ടോ, സ്കൂളിലുണ്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ, മതപരമായിട്ടുള്ള വേഷവിധാനങ്ങൾ ധരിക്കാൻ പറ്റുമോ, ഇതൊന്നും അന്വേഷിക്കാതെ ഉന്നത കലാലയങ്ങളിൽ, കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ അവരുടെ ധാർമ്മികത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. പലപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ജീവിക്കുന്ന ഹോസ്റ്റലുകൾ ഇന്ന് സാർവത്രികമാകുന്ന ക്യാമ്പസുകളിലാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞേക്കുന്നതെങ്കിൽ, ഈ അടുത്ത് ഞാൻ ഒരു കൗൺസിലിംഗ് അനുഭവം നിങ്ങളോട് പറയാണ്. ഒരു പ്രൊഫഷണൽ കലാലയത്തിലേക്ക് ഒരു കുട്ടിയെ +2 തലം വരെ ആ കുട്ടി ഹാഫിളത്തായിട്ടുണ്ട്, നന്നായിട്ട് ഖുർആൻ പഠിച്ചിട്ടുണ്ട്, നല്ല ദീനി ശിക്ഷണത്തിൽ വളർന്ന കുട്ടിയാണ്. പക്ഷേ പ്രൊഫഷണൽ കലാലയത്തിലേക്ക് +2 തലത്തിൽ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞേക്കാണ്. അതോടുകൂടി ആ കലാലയത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന പ്രണയം ആ കുട്ടിയുടെ സ്വഭാവത്തെയും അവരുടെ ജീവിതത്തെയും മാറ്റിമറിക്കുകയാണ്. അവിടെ
ഈ കുട്ടി തന്നെ പറയാണ്, ഈ കലാലയത്തിൽ ഞാൻ ആദ്യം വന്ന് പെട്ട സന്ദർഭത്തിൽ ഞാൻ പലപ്പോഴും എൻ്റെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും ഞാൻ വല്ലാതെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് എന്നെ ഈ കലാലയത്തിൽ കൊണ്ടുവന്നാക്കിയത്. എന്നാൽ പിന്നീട് ആ സാഹചര്യവുമായി കുട്ടി സമരസപ്പെടുകയും അവിടെയുള്ള എല്ലാ വൃത്തികേടുകളിലും ആ കുട്ടി മെമ്പർഷിപ്പ് എടുക്കുകയാണ്. അതായത് നമ്മളെ മക്കളെ എവിടെ കൊണ്ടുപോയാക്കുന്നു, എന്ത് പഠിപ്പിക്കുന്നു, എന്ത് കൊടുക്കുന്നു, ഇത് പ്രധാനമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിന്റെ മാർഗത്തിലാണ്. സുഹൃത്ത് എന്താണ് ചെയ്യുന്നത്, എന്താ പറഞ്ഞു കൊടുക്കുന്നത്, അതിനനുസരിച്ച് കുട്ടിയുടെ മനോവ്യാപാരങ്ങൾ മാറിപ്പോകും. അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ല ഒരു ക്യാമ്പസിൽ എത്താനുള്ള പരിശ്രമങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അവിടുത്തെ അക്കാദമിക് എൻവയോൺമെൻറ്റ്, അവിടുത്തെ പഠനാന്തരീക്ഷം, അവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം, അവിടുത്തെ ക്വാളിറ്റി, അവിടുത്തെ അധ്യാപകരുടെ നിലവാരം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കുന്നത്. അതുപോലെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ സാമ്പത്തികമായ സുസ്ഥിരത വളരെ പ്രധാനമാണ്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വരുമാനം അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നത് ഞാൻ കൊത്താൻ ശ്രദ്ധിക്കണം. ചില രക്ഷിതാക്കളെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ കുട്ടികളെ പറഞ്ഞേക്കുക. അപ്പോൾ കുട്ടികൾ പറയുകയാണ്, ഞാൻ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് പോവാണ്, അല്ലെങ്കിൽ കനഡയിൽ പോവാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് പോവാണ്. അപ്പോൾ ഈ രക്ഷിതാക്കൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. എന്നിട്ട് ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്നു. എന്നാൽ ഒരിക്കൽ പോലും ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനോ പൂർത്തീകരിക്കാനോ കുട്ടികൾക്ക് സാധിക്കാതെ വരുന്നു. അതോടുകൂടി ഈ ലോൺ മുഴുവൻ അടച്ചു തീർക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം ഈ രക്ഷിതാക്കളുടെ ചുമലിൽ എത്തിപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് മേഖലയിലേക്ക് നമ്മൾ മക്കളെ പറഞ്ഞു വിടുകയാണെങ്കിലും കുട്ടികൾ അവരുടെ അവസ്ഥ എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം. എല്ലാ കാര്യങ്ങളും മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നതിന് ബദൽ അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്ത ബോധം വളർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത നമുക്കാണുള്ളത്. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ അവരുടെ പ്രായത്തിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളായ നമ്മുടെ ബാധ്യതയാണ്. അല്ല എങ്കിൽ ആ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് വൈകാരിക പിന്തുണ കുട്ടികൾക്ക് നൽകേണ്ട ഉത്തരവാദിത്ത രക്ഷിതാക്കൾക്കാണുള്ളത്. കുട്ടികൾക്ക് ഇന്ന് നമ്മൾ കൊടുക്കേണ്ടത് ഇമോഷണൽ സപ്പോർട്ടാണ്. ഇമോഷണൽ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അപ്പം ഞങ്ങളോട് പറയുന്നത്. എന്താ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഇന്ന് മാറിയ ഈ ഒരു സാഹചര്യത്തിൽ മക്കൾക്ക് നമ്മൾ രക്ഷിതാക്കൾ കൊടുക്കേണ്ടത് വൈകാരിക പിന്തുണയാണ്. അവർ എന്ത് ചിന്തിക്കുന്നു, അവരെന്ത് കാണുന്നു, അവർ ആരെ കൂടെ ജീവിക്കുന്നു, അവരുടെ മാനസിക വ്യാപാരങ്ങൾ എന്താണ്, അവരെ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു വിശാലത രക്ഷിതാക്കളായ നമുക്ക് വേണം. അപ്പോൾ അവർ പറയുന്നത് തുറന്ന് കേൾക്കുക എന്നുള്ളതാണ് മാനസിക പിന്തുണ നൽകാനുള്ള ഒന്നാമത്തെ കാര്യം. ഒരു കുട്ടി നമ്മോട് വന്ന് സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മൾ അവരിലേക്ക് താഴുകയും ആ കുട്ടികളെ തുറന്ന് കേൾക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, അവരുടെ വികാരങ്ങളെ നമ്മൾ മുഖവിലക്കെടുക്കണം. ചിലപ്പോൾ കുട്ടി ഒന്ന് പറയാണ്, ഞാനൊരു പൈലറ്റാവും. പൈലറ്റാവും എന്ന് പറയുമ്പോൾ നമ്മളത് കളിയാക്കല്ല വേണ്ടത്. ആ പൈലറ്റ് ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ വിവരമുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ച് അതിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ കുട്ടിയുടെ ഇമോഷൻസിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്ന്, അവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുക എന്നുള്ളത്. അത് ഭാര്യമാരോടും കുടുംബിനികളോടും രക്ഷിതാക്കൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബിനികളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുക. ഇപ്പം 5 കുട്ടികളുമായിട്ട് ഒരു ഉമ്മ മുന്നോട്ട് പോകുമ്പോൾ ആ ഉമ്മ അനുഭവിക്കുന്ന ഒരുപാട് മാനസിക സംഘർഷങ്ങളുണ്ട്. പലപ്പോഴും രക്ഷിതാക്കളായ ആളുകൾ രാവിലെ ജോലി സ്ഥലത്തേക്ക് പോവാണ്, വൈകുന്നേരം രാത്രി 8-9 മണിക്കാണ് വരിക. അതുവരെ ആ വീട്ടിലുള്ള ഭാരിച്ച ഉത്തരവാദിത്തം മുഴുവൻ പൂർത്തീകരിക്കുന്നത് ഈ ഉമ്മയാണ്. ഈ ഉമ്മ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഒരു രക്ഷിതാവ് അറിയാതെ പോകുന്നു. സ്വാഭാവികമായിട്ട് ആ ഉമ്മക്കത് മാനേജ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഈ ഉമ്മയോട്, സ്വന്തം ഭാര്യയോട് വളരെ കരുണയോടുകൂടി, ആർദ്രതയോടുകൂടി, അല്ലെങ്കിൽ ഗുണകാംക്ഷയോടുകൂടി പെരുമാറേണ്ട ഉത്തരവാദിത്വം രക്ഷിതാവിനുണ്ട്. അതുപോലെ തന്നെ ഈ ചെയ്യാൻ പറ്റുന്ന ജോലിയൊക്കെ നമ്മൾ എപ്പോഴും ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്നവരാണ് നമ്മുടെ സ്ത്രീകൾ. ആ സ്ത്രീകൾക്ക് അടുക്കള ജോലിയിലൊക്കെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പുരുഷന്മാർക്ക് സാധിക്കും. എന്നാൽ പല പുരുഷന്മാരും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല.
ഇത് അവരുടെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ ഇടയ്ക്കൊന്ന് അവരെ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകണം. കാരണം എന്നും അടുക്കളയിൽ തന്നെ ചുറ്റിക്കറങ്ങുന്ന ഒരവസ്ഥ അവരിൽ ഒരുപാട് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ഒന്ന് പുറത്ത് കോഴിക്കോട് ബീച്ചിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുപോകുമ്പോൾ അത് അവരൊന്ന് റിലാക്സ്ഡ് ആവാനും അവരുടേതായിട്ടുള്ള ഒരു സന്തോഷം കണ്ടെത്താനും അവർക്ക് ഉപകരിക്കുന്നതായിരിക്കും. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഈ മക്കൾക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ട രക്ഷിതാക്കൾ അത് കൊടുക്കാതെ പോകുമ്പോൾ അവർ ആക്രമണ പ്രവണതയുള്ള മക്കളായിട്ടും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. പലപ്പോഴും ഈ മക്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പാരന്റിങ് എന്നുള്ളത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതോടുകൂടി നമ്മളത് ചോദ്യം ചെയ്യപ്പെടും. കുല്ലുക്കും റാഇൻ വറഅയ്യുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. നിങ്ങളൊക്കെ തന്നെ ഭരണാധിപന്മാരാണ്. സ്വന്തം ഭരണീയരെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അത് പിന്നെ എന്താണ് സാധാരണ സ്ത്രീകളിൽ നിന്ന് സംഭവിക്കുന്ന വലിയൊരു അബദ്ധം. പണികളൊക്കെ അവർ ചെയ്യും, ഡ്യൂട്ടീസൊക്കെ അവർ ചെയ്യും, എന്നിട്ട് ഇങ്ങനെ പിന്നെ പ്രാഗിക്കൊണ്ടിരിക്കും, ശപിച്ചുകൊണ്ടിരിക്കും. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. ശാപ സംസാരങ്ങൾ അല്ലേ, 4 എണ്ണം പ്രസവിച്ചു പോയി, നിങ്ങളാണിപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി. ഇടയ്ക്കിടയ്ക്ക് ഈ ഉണ്ടല്ലോ ആ രൂപത്തിലുള്ള സംസാരം. ആ കുട്ടികളെ പോറ്റുന്നത്, മനോഹരമായി പോറ്റുന്നത് ഉമ്മമാർ തന്നെയാണ്. എന്നാൽ ഒരിക്കൽ പോലും അത്തരം ശാപവാക്കുകൾ നിങ്ങളുടെ വായിൽ കൂടി വരാൻ പാടില്ല. കാരണം അള്ളാഹു പ്രതിഫലം നൽകുന്ന ഓരോ കർമ്മങ്ങൾക്കും ഓരോ ക്ഷമ അവലംബിക്കലിനും നാളെ പരലോകത്ത് ഉന്നതമായ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും. ഏത് വിഷയത്തിലും നമ്മൾ പാലിക്കേണ്ടത് ക്ഷമയാണ്. അസ്വബറു ഇന്ദ സ്വദ്മത്തിലൂല. ക്ഷമ അവലംബിക്കേണ്ടത് ഒന്നാമത്തെ പ്രഹരം ഏൽക്കുമ്പോഴാണ്. മക്കളെ പോറ്റുക എന്നുള്ളത് ഒരു ജിഹാദാണ്. മക്കൾ പരീക്ഷണമാണ്, അനുഗ്രഹമാണ് അല്ലേ. മക്കൾ കൺകുളിർമ നൽകുന്ന മക്കളായി തീരണമെങ്കിൽ ആത്മാർത്ഥമായി നമ്മൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. റബ്ബനാ ഹബ് മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുറത അയ്യിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഉദാഹരണം വിശുദ്ധ ഖുർആൻ വെറുതെ പറയുന്നതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാർദ്ധക്യ ആ അവസ്ഥയിലാണ് അദ്ദേഹത്തിന് ഇസ്മായിൽ എന്ന സന്താനത്തെ കിട്ടുന്നത്. ആ സന്താനത്തെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവരികയാണ്. വളർത്തിക്കൊണ്ടുവരുമ്പോൾ നല്ലതായ അള്ളാഹു കൽപ്പിച്ച കർമ്മങ്ങളിൽ അദ്ദേഹത്തെ പങ്കാളിയാക്കുന്നുണ്ട്. നമുക്കറിയാം, കഅബയുടെ നിർമ്മാണം നിർവഹിക്കാൻ വേണ്ടി രണ്ടുപേരും ഒന്നിച്ചാണ് ഇറങ്ങുന്നത്. ആ മകനെ അറുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നത്. ശരിക്കും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിൽ കാണാണ് സ്വന്തം മകനെ അറുക്കുന്നതായിട്ട്. അപ്പോൾ മകൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, മകനെ നിന്നെ അറുക്കണം എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ കാണുന്നുണ്ട്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാം വാപ്പ കൊടുക്കുന്ന മറുപടി, ഉപ്പ അങ്ങ് എന്താണോ സ്വപ്നത്തിൽ കണ്ടത് അപ്രകാരം പ്രവർത്തിക്കുക, എന്നെ ക്ഷമാലുക്കളിൽ നിങ്ങൾ കാണുന്നതാണ്. അതായത് വാപ്പക്കൊത്ത മകൻ. പ്രിയപ്പെട്ടവരെ, ഒരു മകനും ഒരു ഉപ്പയും തമ്മിലുണ്ടാവേണ്ട പാരന്റിങ് റിലേഷൻഷിപ്പിന്റെ ആർഡൻസ് എന്താണ് എന്ന് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഉപ്പ പറഞ്ഞത് കേൾക്കുന്ന, അനുസരിക്കുന്ന ഒരവസ്ഥ കുട്ടിക്കുണ്ടാവണമെങ്കിൽ ഉപ്പ പറയുന്നത് ഉമ്മ കേൾക്കണം. നല്ല ഭാര്യയുടെ 3 ക്വാളിറ്റീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അല്ലേ. അവളോട് കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും. ഒന്നാമത്തെ ക്വാളിറ്റി അതാണ്, കൽപ്പിച്ചാൽ അനുസരിക്കുക എന്നുള്ളത് അല്ലേ. കണ്ടാൽ സന്തോഷം നൽകുക, കണ്ടിട്ടുണ്ടെങ്കിൽ സന്തോഷം നൽകുക, കാരണം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ നളറ ഇലൈഹ സർറത്തുക എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. നിന്റെ ഭർത്താവ് നിന്നെ നോക്കിയാൽ പെണ്ണ് കൊടുക്കേണ്ടത് സന്തോഷമാണ്, കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനുസരണമാണ്. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് വൈദാ ഗാബ അൻഹ, നീ അവളിൽ നിന്ന് അപ്രത്യക്ഷമായാൽ നിനക്ക് വേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് അവളുടെ ചാരിത്രം സൂക്ഷിക്കണം, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, സന്താനങ്ങളൊക്കെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. പാരന്റിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി, മക്കളുടെ പരിപാലനത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഉമ്മക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം ഈ ഭർത്താവ് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാണ് വീട്ടിലെത്തുക, അതുവരെ മക്കൾ ആരുടെ കസ്റ്റഡിയിലാണ്? ഉമ്മന്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഉമ്മ നല്ല അറിവുള്ളവളാവണം, അറിവ് സമ്പാദിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും തുല്യരാണോ? ഒരിക്കലും അല്ല. അപ്പൊ അറിവ് സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. റബ്ബി സിദ്നി ഇൽമ, രക്ഷിതാവേ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു നൽകണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്കൻ ത്വയ്യിബ
വഅമലൻ മുതഖബ്ബല. ഏറ്റവും സുപ്രധാനമായ പ്രാർത്ഥനയാണ്. 3 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ കൂടി അള്ളാഹുവോട് ചോദിക്കുന്നത്. അള്ളാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ഇതാ ചോദിക്കുന്നു, ഇൽമൻ നാഫിയ, ഉപകാരപ്രദമായ അറിവ്. ചോദിച്ചാൽ കിട്ടും. വഅമലൻ മുതഖബ്ബല, സ്വീകാര്യമായ പ്രവർത്തനം. അല്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ത്വയ്യിബ, ഹലാലായ ഭക്ഷണം. ഇതൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതും മക്കളെ മാന്യമായി വളർത്തുക എന്നുള്ളതും അവർക്ക് മാന്യമായ വസ്ത്രം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതും ഇതൊക്കെ തന്നെ നിങ്ങളുടെ ദൗത്യമാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എല്ലാ സന്ദർഭത്തിലും നിങ്ങൾ ദുആ ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ഈ പ്രാർത്ഥനയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ദുനിയാവും ആഖിറത്തും നന്നാവാൻ വേണ്ടി. മക്കയിൽ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും നമ്മൾ പോകുമ്പോൾ റുക്നുൽ യമാനി തൊട്ട് ഹജറുൽ അസ്വദ് വരെയുള്ള സ്പേസിൽ നമ്മൾ ദീർഘമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച പ്രാർത്ഥനയും ഇത് തന്നെയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവേ നീ എനിക്ക് ഹസനത്ത്, നന്മ നൽകണമേ. വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് നീ എന്നെ കാക്കണമേ. ഈ പ്രാർത്ഥനയാണ് നമുക്ക് നടത്താനുള്ളത്. നമ്മുടെ മക്കളെ നല്ല മക്കളായി വളർത്താൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഒപ്പം ഭർത്താവിനെ അനുസരിക്കുക, അദ്ദേഹത്തിന് സന്തോഷം പകരുക. ഒപ്പം ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് സന്തോഷം നൽകുക, അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവരെ കൺസിഡർ ചെയ്യുക, അവർക്ക് സമ്മാനങ്ങൾ നൽകുക, അവരെ ഇടയ്ക്കൊന്ന് പുറത്ത് കൊണ്ടുപോവുക, അവരെ മക്കളുടെ മുമ്പിൽ വെച്ച് ഒരിക്കൽ പോലും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. ഇടയ്ക്ക് ഒരു കുടുംബ മീറ്റിംഗ് ഒക്കെ വിളിക്കുക, അത് വളരെ അത്യന്താപേക്ഷിത. മാസത്തിലൊരിക്കൽ ചെറിയ ഒരു മീറ്റിംഗ് ഇവിടെ ഈ വീട്ടുകാർ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചു കൂടിയിട്ട് പരസ്പരം കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യുക. അപ്പോൾ വാപ്പക്ക് വാപ്പയെക്കുറിച്ച് കേൾക്കാൻ സാധിക്കും, ഉമ്മക്ക് ഉമ്മനെക്കുറിച്ച് കേൾക്കാൻ പറ്റും, മക്കൾക്ക് ഉപദേശങ്ങൾ നൽകാൻ പറ്റും. അങ്ങനെ ഒരു സ്നേഹമുള്ള കാരുണ്യമുള്ള മക്കളായി, ഭാര്യമാരായി, കുടുംബിനികളായി വളരാൻ നമ്മൾ ശ്രദ്ധിക്കുക. വരാൻ പോകുന്ന ഫാമിലി കോൺഫറൻസ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യം നൽകുന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു സമ്മേളനമാണ്. തീർച്ചയായും നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതിൻ്റേതായ രൂപത്തിൽ നമ്മൾ പരിഹരിക്കാൻ ശ്രദ്ധിക്കണം. 2 ആയത്തുകൾ കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻക. ഖുർആൻ പറയാണ്, അള്ളാഹുവിൻ്റെ ദിക്റിനെ നിങ്ങൾ അവഗണിച്ചാൽ, അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തെ നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ടതൊക്കെ അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങളാണ്, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങളെ, ഉത്ബോധനങ്ങളെ, ദിക്റുകളെ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഫഇന്ന ലഹു മഈശതൻ ലൻക, നിങ്ങളുടെ ജീവിതം കുടുസായിരിക്കും. ഈ ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെടും. ഖസിറ ദുനിയ വൽ ആഖിറ. അപ്പുറത്ത് മറ്റൊരായത്തിൽ കാണാം, വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു എന്ത് തരും? മഖ്റജ് തരും. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു ഒരു തുറവി തരും, അനായാസം പരിഹരിക്കപ്പെടും. ജീവിതത്തിൽ എന്ത് ടെൻഷൻ ഉണ്ടായാലും ആ ടെൻഷൻ മാറ്റിത്തരാൻ അള്ളാഹു ശ്രമിക്കും. എപ്പോ? അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചാൽ. അതുകൊണ്ടാണ് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന് 7 വട്ടം രാവിലെ ചൊല്ലാൻ പറഞ്ഞത്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന് 3 വട്ടം ചൊല്ലാൻ പറഞ്ഞത്. അല്ലേ? ഇതൊക്കെ ചൊല്ലാറുണ്ടോ? രാവിലെയും വൈകുന്നേരമൊക്കെ ഉള്ള ദുആകൾ, ദിക്റുകളൊക്കെ നമ്മൾ എന്നും ചൊല്ലുക, പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്താനുള്ള ഉത്തരവാദിത്ത ബോധം രക്ഷിതാക്കളായ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ അബദ്ധങ്ങളൊക്കെ അള്ളാഹു അവൻ്റെ ഫള് കൊണ്ട് നമുക്ക് പുറത്തു തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസ്സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.